ഹരേ കൃഷ്ണ. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 3-ാം അധ്യായമാണ് ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് സന്ദേഹം വേണ്ട, പരാശക്തി ആ മഹേശ്വരി തന്നെ എപ്പോഴും ചെയ്തുകൊള്ളുന്നു വഴിപോലെ. അടുത്ത ഭാഗം ഓർത്താലും അരൂപയാകുന്നിതാ മഹാദേവി, ഗാത്രത്തെ ധരിക്കുന്നു ലീലയാ മഹാമുനി. ആ പ്രകൃതിക്ക് രൂപമില്ലെങ്കിലും സ്ഥൂല പ്രപഞ്ച സൃഷ്ടിയിൽ രൂപമുള്ളവളായി കാണപ്പെടുന്നു. അതാണ് അമ്മ പരാശക്തിയുടെ വൈഭവം. ഈ വിശ്വമുണ്ടാവാനും നിലനിൽക്കുന്നതിനു ദേവർഷേ ലയിപ്പാനും ഹേതുവാ ദേവി തന്നെ, ജഗന്മോഹിനി പൂർണ്ണയാ ദേവി ദക്ഷൻ തൻ്റെ മകളായി തീർന്നു മുന്നം തന്നെ ലീലയാൽ താൻ. ജഗത്തിനെ തൻ്റെ മോഹവലയങ്ങളിലാക്കുന്ന പരാശക്തി ദക്ഷ പ്രജാപതിയുടെ മകളായി തീർന്നു. എന്നതുപോലെ തന്നെ പർവ്വതാത്മജയായാൾ ഇന്ദിരാദേവിയായി ശാരദയായി തഥാ. പിന്നീട് ഹിമവാന്റെ പുത്രിയായി പാർവതിയായി അവതരിച്ചു. പിന്നെ സരസ്വതിയായും മഹാലക്ഷ്മിയായും അവതരിച്ചു. ഇതെല്ലാം ഒരേയൊരു ശക്തിയാണ്, ആ പരാശക്തി. മാരനാശനേവം അരുളി ചെയ്ത നേരം നാരദൻ സകൗതുകം ചോദിച്ചാൻ ഇപ്രകാരം. മഹാദേവൻ ഇങ്ങനെ ദേവിയുടെ കഥകൾ നാരദരോട് പറഞ്ഞപ്പോൾ ഈ കഥ ഒന്ന് വിസ്തരിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് മഹാദേവനോട് നാരദർ അഭ്യർത്ഥിച്ചു. അങ്ങനെ മഹാദേവൻ ആ കഥ വിവരിക്കാൻ പോവുകയാണ്. പരദേവത ദാക്ഷായണിയായി ഭവിച്ചതും ഹരനാ മഹാദേവി തൻ്റെ കൈപിടിച്ചതും, പിന്നെ ആ ഗിരീന്ദ്രൻ്റെ പുത്രിയായി ഭവിച്ചതും, കന്ധപാണാരി വീണ്ടും കല്യാണം കഴിച്ചതും, വാരണഭക്തനായ ഹേരമ്പൻ വീരനായ താരക